ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിനും പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സംഭവബഹുലമായ ഒരു ദിവസം, ഒരു മാർക്കറ്റ് ഡേയുടെ കടന്നുപോയി ഇല്ലേ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ കൃത്യമായി എൻ്റെ വീഡിയോ ഫോളോ ചെയ്തവർക്കും രാവിലത്തെ വോയിസ് നോട്ട് കേട്ടവർക്കും ഇടയ്ക്കത്തെ വോയിസ് നോട്ട് കേട്ട് അതനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്തവർക്കൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. അത് കേട്ടതിൽ സന്തോഷം. ധാരാളം പേര് മെസ്സേജൊക്കെ അയച്ചു, സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചു, സന്തോഷം. നമുക്കതിനകത്തിൽ വലിയ ഷോ ഓഫ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം, സ്ഥിരമായിട്ട് ട്രേഡ് ചെയ്യുന്ന ധാരാളം ആൾക്കാരെ എനിക്കറിയാം. അവർ കൃത്യമായി ന്യായം പാലിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോകുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ മാർക്കറ്റ്, അടുത്ത ആഴ്ച, അടുത്ത മാസം, അടുത്ത വർഷവും മാർക്കറ്റിലൂടെ കാണും. നമ്മളെപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ മാർക്കറ്റിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസിലേക്ക് വരാം. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കറക്റ്റായിട്ട് ഞാൻ രാവിലെ വോയിസ് നോട്ട് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. രാവിലെ ഞാൻ വോയിസ് നോട്ട് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. ഏതാണ്ട് 70 പോയിൻ്റ് അങ്ങോട്ട് അടുത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നമുക്ക് ക്രൂഷ്യലായിട്ടുള്ള 2 പോയിൻ്റാണ് 846 836 ഈ 778 ഇല്ലേ. ഈ 2 പോയിൻ്റാണ്. ഈ 2 പോയിൻ്റ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. അതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ടാണ് ആ വഴിക്ക് നമുക്ക് മാർക്കറ്റ് നോക്കാമെന്ന് പറയുന്നു. അപ്പോൾ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മുകളിൽ പോയി ഓൾമോസ്റ്റ് നമ്മുടെ ലൈൻ ടെസ്റ്റ് ചെയ്തു ഇല്ലേ. ടെസ്റ്റ് ചെയ്തിട്ടാണ് സാധനം തിരിച്ചത്. ഇതൊക്കെ വളരെ ഫാസ്റ്റ് ആക്ഷൻ ആയിരിക്കും. ഒരിക്കലും ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡറിന് ഒരിക്കലും ഇവിടെ ട്രേഡ് എടുക്കാം, ബിഗിനേഴ്സിന് ഒരിക്കലും ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസ് ട്രേഡ് ചിലപ്പോൾ ഒരു പക്ഷേ ട്രേഡ് എടുത്ത് കാണുമായിരിക്കും. കാരണം ഈ പോയിന്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അവിടെ വേണമെങ്കിൽ ഒരു എമോ ഇട്ടിട്ട്, എമോ അല്ല, പെട്ടെന്ന് ഒരു ക്വിക്ക് ആക്ഷൻ ഇവിടെ എടുത്തിട്ട് ഒരു ട്രേഡ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. അതിപ്പോൾ ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും. ഓരോരുടെ എക്സിക്യൂഷൻ്റെ ആക്യുറസിയും പിന്നെ അവരുടെ ഫാസ്റ്റ് എക്സിക്യൂഷനും ഒക്കെ അനുസരിച്ചിരിക്കും അവരുടെ ട്രേഡുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിന് എൻ്റെ എയിം എപ്പോഴും, എൻ്റെ ഫോക്കസ് എപ്പോഴും ബിഗിനേഴ്സിനെ ആയിരിക്കും. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ അവർക്ക് തന്നെ സ്വന്തം നിൽക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. ഇപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ട്രേഡ് ഇല്ല. മാർക്കറ്റ് മുകളിൽ പോയി ടെസ്റ്റ് ചെയ്തു, തിരിച്ച് താഴെ വന്നു, നമ്മുടെ ലൈൻ വീണ്ടും ഇവിടെ ടെസ്റ്റ് ചെയ്തു ഇല്ലേ. ടെസ്റ്റ് ചെയ്ത് ഇവിടെ തിരിച്ച് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തപ്പോഴും നമുക്കിവിടെ ട്രേഡ് ഇല്ല. നമ്മുടെ ക്രൈറ്റീരിയ പ്രകാരം ഒന്നും ഫുൾഫില്ലായില്ല. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലായി, മാർക്കറ്റ് ഇത്രയും താഴോട്ട് ഇവിടുന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം സെക്കൻഡ് വീണ ക്യാൻഡിലിനെ അതേപോലെ തന്നെ ഒരു ക്യാൻഡിലാണ് ഗ്രീനായിട്ട് വീണേക്കുന്നത് ഇല്ലേ. അപ്പം മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ എക്സ്പീരിയൻസ് ട്രേഡ് എടുത്ത് കാണും. ഓക്കെ, പക്ഷെ നമുക്ക് ഇതൊന്നുമില്ല. പക്ഷേങ്കിൽ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 24,836 വന്ന് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തു, കറക്റ്റായിട്ട് ഇടിച്ച് അവിടെ നിന്നു അല്ലേ. ഇടിച്ച് നിന്നു, മോളോട്ട് പോകാൻ ശ്രമിച്ചു, എങ്കിലും തിരിച്ച് ഒരു റിവേഴ്സൽ. ഇതൊരു റിജക്ഷനാണ് അല്ലേ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊരു റിജക്ഷൻ ക്യാൻഡിൽ. പക്ഷേ റിജക്ഷനിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ നമുക്ക് ക്രൈറ്റീരിയ ഒന്നും ഫുൾഫിൽ ആകുന്നില്ല. പക്ഷേങ്കിൽ അടുത്ത ട്രേഡിൽ നമുക്കിതൊന്ന് വലുതാക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. വലുതാക്കി കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് റിജക്ഷൻ കിട്ടി, പക്ഷേ ഇതിന് കൺഫർമേഷൻ ഇല്ല. പക്ഷേ സെക്കൻഡ് ഇതിനോടനുബന്ധിച്ച് വന്ന അടുത്ത ക്യാൻഡിൽ നമുക്ക് കൺഫർമേഷൻ ഉണ്ട് ഇല്ലേ. ഇത് കറക്റ്റ് ഒരു റിജക്ഷൻ ക്യാൻഡിലാണ്. സ്റ്റോപ്പ് ലോസും വളരെ ചെറുതാണ്. സ്റ്റോപ്പ് ലോസ് ഇടുവാണെങ്കിൽ നമുക്ക് ഇതിനെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വരും. ഇത് നമുക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അങ്ങനെ പ്ലാൻ ചെയ്തവർക്ക് കൃത്യമായിട്ട് വന്നു, തിരിച്ച് റീടെസ്റ്റ് ചെയ്ത് നേരത്തായിട്ട് വന്നു. അല്ല, ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ റീടെസ്റ്റിലും ഒരു പക്ഷേ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയായാലും നിങ്ങൾക്ക് ഒരു 20-25 ഇവിടുന്ന് ഇവിടം വരെ ഏകദേശം 836 778 എന്ന് പറയുമ്പം ഏകദേശം 80 20 50 ഒരു 60 പോയിൻറ്റിൻ്റെ ഫോളായിരുന്നു. ഒരു 60 പോയിൻറ്റിൻ്റെ ഫോളായിരുന്നു ഇല്ലേ. ഒരു 60 പോയിൻറ്റിന് ഇപ്പോൾ ATM എടുക്കുകയാണെങ്കിൽ ഒരു 30 പോയിൻറ്റ് പോട്ടെ, 10 പോയിൻറ്റ് 15 പോയിൻറ്റ് നിങ്ങൾക്ക് എടുക്കാൻ വെരി ഈസി ആയിട്ട് നിങ്ങൾക്ക് പറ്റിയേനെ. ഓക്കെ, അപ്പോൾ എടുത്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. അത് നിങ്ങളുടെ മനോധർമ്മത്തിന് ഞാൻ വിടുന്നു. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്ത് വീണ്ടും ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് ഇത് ഓപ്പർച്യൂണിറ്റി നമ്പർ 1. ഇത് ഓപ്പർച്യൂണിറ്റി നമ്പർ 2. എന്താണ്, മാർക്കറ്റ് ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്തു ഇല്ലേ. റിജക്ഷനാണ്. ഇവിടുന്ന് റെഡ് ആണെങ്കിൽ തന്നെ എന്താണ്, ഇവിടെ റിജക്ഷനാണ് ഇല്ലേ. താഴെ വന്നു, ഇതേ സെയിം ഇതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ വന്നു, തിരിച്ച് സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇവിടുന്ന് താഴെ ബോട്ടം മുട്ടി അതേ ക്യാൻഡിൽ തന്നെ റിജക്ഷൻ വന്നു. അതിൻ്റെ കൺഫർമേഷൻ സെക്കൻഡ് ക്യാൻഡിൽ ഇതുപോലെ തന്നെ തിരിച്ച് താഴെ വന്നിട്ട് ഗ്രീനിൽ വന്ന് ക്ലോസ് ചെയ്തു ഇല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രേഡ് എടുക്കാം. അപ്പോഴും നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ താഴെ ഉണ്ട്. ഒരു ന്യായമായ സ്റ്റോപ്പ് ലോസ് ഉണ്ട് അല്ലേ. അതിനുശേഷം ട്രേഡ് എടുത്തവർക്ക്, കാരണം നമ്മുടെ ക്രൈറ്റീരിയ ഒക്കെ ഇവിടെ ഫുൾഫില്ലാണ്.
ഇല്ലേ, റിജക്ഷൻ ക്യാൻഡിലിൽ. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇല്ലേ. അത് എടുത്തവർ അല്ലാതെ വീണ്ടും ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ ഇവിടെ വന്നു, മാർക്കറ്റ് കയറി, റിജക്ഷൻ വന്നു, ഇവിടെ നോക്കി റിജക്ഷൻ, 2 റിജക്ഷൻ, ഒരു ഡോജി റിജക്ഷന് അടുത്ത വീണ്ടും ഒരു അതിനെ കൺഫേം ചെയ്യുന്ന ഒരു അടുത്ത റിജക്ഷൻ ഇല്ലേ. ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാം, ചെറിയ സ്റ്റോപ്പ് ലോസ് ഇവിടെ നമുക്ക് ട്രേഡ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്പർ 2 ഓപ്പർച്യൂണിറ്റി ഇവിടെ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് കൂടി ട്രേഡ് എടുക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു റാലിയാണ്. പിന്നെ മൂന്നാമത് ഇവിടെ വന്നപ്പം ഇതിൽ ട്രേഡ് എടുത്തവർക്ക് പണി കിട്ടി കാണും. കാരണം 5 മിനിറ്റിന് ക്യാൻഡിലൂടെ ക്ലോസിംഗ് കിട്ടി, പക്ഷേങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് കാണും. കാരണം എന്താണ്, നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വന്നു തിരിച്ച് ഇവിടുന്ന് എന്താണ് കറക്റ്റ് റിജക്ഷനാണ് ഇല്ലേ. മാർക്കറ്റ് തിരിച്ച് കയറിപ്പോകാനുള്ള റിജക്ഷനാണെന്ന് നമ്പർ 1. നമ്പർ 2 രണ്ടാമത്തെ ക്യാൻഡിൽ റിജക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സംഗതി എന്താണ്, പണി പാളുകയാണ്, താഴോട്ട് വരത്തില്ല, മാർക്കറ്റ് മുകളിലോട്ട് തന്നെ കയറി പോകാൻ. ഇവിടെ മാർക്കറ്റിൻ്റെ മേലോട്ട് പുഷ് ചെയ്ത് കയറ്റുകയാണ് ഇല്ലേ. അപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും, ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നിങ്ങൾക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി ഇറങ്ങി പോയി. നിങ്ങളുടെ അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെയും കപ്പാസിറ്റിയാണ്, ഓരോരുത്തരും ട്രേഡ് ചെയ്യുന്ന സ്റ്റൈൽ അനുസരിച്ചിരിക്കും അവരവർ എൻട്രി എക്സിറ്റും. അപ്പം ഇവിടെ നമുക്ക് താഴോട്ടില്ല എക്സിറ്റ്, നമുക്കിവിടെ എന്താ പറയുന്നത്, സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ തൊട്ട് മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഈ 2 ക്യാൻഡിൽ വീണപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് താഴോട്ട് പോകത്തില്ല, മുകളിലോട്ട് തന്നെ പോകത്തില്ല. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ കോസ്റ്റ് ഇറങ്ങാനുള്ള അവസരം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയതിന് ശേഷം നിങ്ങൾ നോക്കിക്കേ, ഇവിടുന്ന് തിരിച്ച് ഈ ഒരു ഒറ്റ ക്യാൻഡിൽ ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ടാണ്. കാരണം എന്താണ്, അതിനുശേഷം 2 റിജക്ഷൻ അടുപ്പിച്ച് കണ്ടോ, 2 റിജക്ഷൻ അടുപ്പിച്ച് വന്നു. അതിനർത്ഥം എന്താണ്, മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകാനുള്ള സ്ട്രെങ്ത് ഇല്ല, മാർക്കറ്റിനെ എത്ര മുകളിലോട്ട് പോലും പുഷ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരാനുള്ള അവസരം ആണ് എന്ന് പറയും. ഈ ഏരിയയിൽ വന്നപ്പോഴാണ് ഞാൻ വോയിസ് ഇട്ടത്, ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. ഈ ഏരിയ വന്നപ്പോഴാണ് ഞാൻ വോയിസ് ഇട്ടത്. ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം ഇപ്പം ബലാബലമാണ് 850 ബലാബലമാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. 800 വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു. കാരണം ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം 800 വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഈ 850 താഴെ 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മാർക്കറ്റ് കുറേ ആടി കളിച്ച് നേരെ താഴെ വന്ന് ടെസ്റ്റ് ചെയ്തു ഇല്ലേ. 836 നമ്മുടെ സപ്പോർട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്തു. മാർക്കറ്റ് നേരെ മുകളിൽ പോയി 879 അതിനുശേഷം നല്ലൊരു ഭീകരമായിട്ടുള്ളൊരു ഫോൾ നമുക്ക് കിട്ടി. 800 പൊട്ടിച്ച് 778 മാർക്കറ്റ് ഒറ്റ ക്യാൻഡിലിൽ 100 പോയിൻറ്റ് 108 പോയിൻറ്റോളം ഒറ്റ ക്യാൻഡിലിൽ നമുക്ക് കിട്ടി. ഇവിടുന്ന് എടുത്തവർക്ക്, കാരണം ഇവിടെ കൺഫർമേഷൻ ഉണ്ടായിരുന്നു, 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു, നമ്മുടെ 24-879 ടെസ്റ്റ് ചെയ്തു, എല്ലാം ഉണ്ടായിരുന്നു ഇല്ലേ. നമുക്കൊന്നുകൂടെ നോക്കാം വേണമെങ്കിൽ ഇവിടെ ഈ ക്യാൻഡിലിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. നമുക്ക് ഒരു PE ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി എന്താണ്, ഇവിടെ ഒന്ന് നമ്മുടെ റെസിസ്റ്റൻസ് ലൈൻ ഇവിടെ ഉണ്ട്. 2 ഒരു 80% ഇല്ലെങ്കിൽ 75% ക്യാൻഡിലുണ്ട്, കാരണം ഹൈയിലാണ് നിൽക്കുന്നത്. പിന്നെ രണ്ടാമത് ഒരു കൺഫർമേഷനോടെ നമുക്ക് കിട്ടി, ഒരു റിജക്ഷൻ ക്യാൻഡിലുള്ള കൺഫർമേഷനോടെ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തവർക്ക് പ്ലസ് എൻ്റെ വോയിസ് കേട്ടവർക്കും, ഈ വോയിസ് കേട്ടതും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ട്രേഡ് എടുത്തവർക്ക് സുന്ദരമായിട്ടൊരു പ്രോഫിറ്റ് കിട്ടി കാണും. ഞാനെടുത്തു ഒരു ട്രേഡ്, 2 ട്രേഡ് എടുത്തു. 2 ട്രേഡും അടിപൊളിയായിട്ട് ഏകദേശം ഈ ട്രേഡിൽ എനിക്ക് 30%, ഞാൻ ഇട്ട ക്യാപിറ്റലിൻ്റെ 30% എനിക്ക് കിട്ടി. അപ്പോഴത്തെ ഞാൻ ഇറങ്ങുകയും ചെയ്തു. ഓക്കെ, അത് 30% കിട്ടിയപ്പോഴത്തേ നമ്മൾ ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പിന്നെ നിങ്ങൾ ഓരോരുത്തരും മാർക്കറ്റിനെ എങ്ങനെ വീക്ഷിക്കുന്നു, എങ്ങനെ ക്യാൻഡിലുകളെ കാണുന്നു, ചാർട്ടിനെ എങ്ങനെ കാണുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ട്രേഡുകൾ. ഓക്കെ, അപ്പം കൃത്യമായി എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത്, കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ നിങ്ങൾ പഠിക്കുക. 1 മുതൽ 10 വരെ ഒരു 10-11 ചാപ്റ്ററുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നിങ്ങൾ കാണേണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ റിജക്ഷൻ ക്യാൻഡിലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുക്കാം, പിന്നെ ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നതിനെ പറ്റിയൊക്കെ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർത്താണ്. അല്ലാതെ വേറെ ഉടായ്പ പരിപാടിയോ അല്ലെങ്കിൽ ചക്ക വീണ് മുയലിയാകുന്ന പരിപാടിയോ അങ്ങനെ അല്ലെങ്കിൽ പൊട്ടൻ്റെ മാവേലി പോറിൽ എറിയുന്ന പരിപാടി, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉള്ളൂ. ഇവിടെ നമുക്ക് ക്ലിയർ പഠിത്തം, ഓൺലി പഠിത്തം കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ യാതൊരു കുറുക്ക് വഴിയില്ല. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും നിങ്ങൾക്ക് ഒരാടെ നിന്ന് കോൾ മേടിച്ച് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. ചിലപ്പോൾ 1 മാസമോ 1.5 മാസമോ 2 മാസമോ അല്ലെങ്കിൽ 3 മാസമോ ഒരു പക്ഷേ നിങ്ങൾക്ക് കോൾ എടുത്ത് വിജയിക്കാൻ പറ്റും. പക്ഷേ ഈ 3 മാസം കഴിയുമ്പോൾ ആ പുള്ളി പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ അടുത്ത വേറെ എങ്ങോട്ട് പോകും?
അടുത്ത് വീണ്ടും ഒരു കോൾ തരുന്ന ഒരാളെ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അതിനേക്കാൾ നല്ലത് സ്വയം പഠിക്കുക, സ്വന്തമായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ പറഞ്ഞിനിയും ആരെയും വിഷമിപ്പിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ കുത്തുകൊള്ളാനുള്ള സാധ്യതയുണ്ട്, അതെനിക്കിട്ട് പണിയാകും. പിന്നെ ഇതിന് പുറകെ നടക്കാൻ എനിക്ക് നേരമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഇവിടെയാണ് ക്ലോസ് ചെയ്തതെങ്കിലും 790 കാണിക്കുന്നെങ്കിലും ക്ലോസിങ് ചെയ്തേക്കുന്നത് ഇത് നമ്മുടെ ലൈനിലാണ് 773. ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. നമ്മൾ കറക്റ്റ് വരയിലാണ്. നമ്മുടെ ലെവലൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? കൃത്യമായിട്ട് നമ്മുടെ ലെവലുകളൊക്കെ വളരെ അടിപൊളിയായിട്ട് നമ്മൾ ലെവലുകളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ദൈവകൃപ എന്ന് മാത്രം, ഈശ്വര കടാക്ഷം എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് പിന്നെ നമ്മുടെ പഠിത്തവും. ഓക്കെ, അത് മാത്രമല്ല, വേറെ ഒരു പരിപാടിയും നമുക്കില്ല. അപ്പം ഇനി നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ ഇപ്പം ക്യാപ്ഷനകത്തിൽ ഇട്ടേക്കുന്നില്ല. അപ്പോൾ നാളെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നിലവിൽ ഗ്ലോബൽ മാർക്കറ്റായാലും ഇന്ത്യൻ മാർക്കറ്റായാലും കുറച്ച് പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധി ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെയും ഉള്ളിൽ ഉരുണ്ടുകൂടുന്ന പല സംഭവവികാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരു കാരണവശാലും നിങ്ങൾ മലയാളം മീഡിയയെ വിശ്വസിക്കാൻ പാടില്ല. മലയാളം ന്യൂസ് ചാനലുകളിൽ വരുന്ന വാർത്തകൾ ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ആധികാരികമായിട്ട് നിങ്ങൾക്ക് ന്യൂസുകളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ മണി കൺട്രോളിനെ ആശ്രയിക്കുക. മണി കൺട്രോൾ അല്ലെ investing.com, ഇല്ലെങ്കിൽ CNBC അല്ലെ ബ്ലൂംബർഗ് അല്ലെ റോയിട്ടേഴ്സ്, ഇങ്ങനെയുള്ള ന്യൂസ് ചാനലുകളെ നിങ്ങൾ ആശ്രയിക്കുക. അല്ലാതെ ഒരിക്കലും മലയാളം ചാനൽ കണ്ടുകൊണ്ട് നിങ്ങൾ ആരും ട്രേഡ് ചെയ്യാൻ തുനിയല്ല. നിങ്ങൾ അഗാധ ഗർത്തത്തിൽ വീഴത്തേ ഉള്ളൂ. ഓക്കെ, അത് ആദ്യമേ തന്നെ ഞാൻ പറയാം നിങ്ങളോട്. ഓക്കെ, അതിനുശേഷം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറയുന്ന പോലെ തന്നെ അകത്ത് ഉരുണ്ടുകൂടുന്ന പല കാർമേഘങ്ങളുണ്ട്. അതിനെന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. നമുക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏകദേശം 93% FIAs ഷോർട്ട് പൊസിഷനാണ്. മനസ്സിലായോ? ഇത് കഴിഞ്ഞ ഏകദേശം ഒരു മാസം കൊണ്ട് 1 മന്തായിട്ട് ഇവരിങ്ങനെ 85 to 92, 93 റേഞ്ചിൽ ഇതിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. മനസ്സിലായോ പറഞ്ഞേ? അപ്പം ഇത് ഒന്നും കാണാതെ, ഞാൻ ഈ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ, ഒന്നും കാണാതെ പട്ടര വെള്ളത്തിൽ ചാടത്തിൽ എന്ന് പറഞ്ഞ പോലെ ഒന്നും കാണാതെ FIAs ഇങ്ങനെ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത് വെക്കത്തില്ല. ഓക്കെ, അപ്പം അതിനെ അതിജീവിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ന്യൂസുകൾ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ FIAസിൻ്റെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. FIAസിൻ്റെ ഈ ഷോർട്ടിനെ പൊളിക്കണമെന്നുണ്ടെങ്കിൽ DIS മാത്രം വിചാരിച്ച് നടക്കുകയില്ല. വെരി ക്ലിയർ ആയിട്ട് ഞാനങ്ങ് പറയാം. FIAസിൻ്റെ ഈ ഷോർട്ടിനെ പൊളിക്കണം എന്നുണ്ടെങ്കിൽ DIS മാത്രം വിചാരിച്ചാൽ നടക്കുകയില്ല, പൊളിക്കാൻ പറ്റത്തില്ല. ഇതിന് ആര് വിചാരിക്കണം? റീറ്റെയിലേഴ്സ് കൂടെ വിചാരിക്കണം. മനസ്സിലായി പറഞ്ഞു? റീറ്റെയിലേഴ്സും FIAസും കൂടെ റീറ്റെയിലേഴ്സും DISും കൂടെ ഒന്നിച്ച് വിചാരിച്ചാൽ മാത്രമേ FIAസിനെ പൊളിക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ ഷോർട്ട് പൊസിഷനെ അവരെ കൊണ്ട് ഷോർട്ട് കവർ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്തടത്തോളം കാലം ഒരിക്കലും അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സിലേക്ക് മാർക്കറ്റ് വന്നാൽ, ഒരു ഭീകരമായ ഒരു അപ്സൈഡ് വന്നെങ്കിൽ മാത്രമേ അതിന് തക്കതായിട്ടുള്ള ന്യൂസുകൾ എന്തെങ്കിലും മാർക്കറ്റിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ഭീകരമായ ബൈ വന്നിട്ട് ഇവരുടെ ഈ FIAസിൻ്റെ ഷോർട്ടിനെ പൊളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകത്തേ ഉള്ളൂ. നിങ്ങളുടെ അറിവിലേക്കും പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ആരും, എനിക്ക് തോന്നുന്നില്ല വേറെ ആരും പറഞ്ഞു തരുമെന്നിങ്ങനെ. ഓക്കെ, ചിലപ്പം ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ആട്ടർ ഫൂളിഷ്നെസ് ആയിട്ട് തോന്നാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. പക്ഷെങ്കിൽ ഞാൻ പറയുന്ന കാര്യം വളരെ റിയാലിറ്റിയാണ്. ഓക്കെ, FIAസിന് 93% ഷോർട്ടിനെ പൊളിക്കണമെന്നുണ്ടെങ്കിൽ DISും റീറ്റെയിലേഴ്സും കൂടെ വിചാരിച്ചാൽ നടക്കും. അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർ ട്രേഡേഴ്സ്, നമ്മുടെ ബ്രോക്കർമാർ ഉള്ളതുണ്ടല്ലോ, അല്ലെങ്കിൽ HNIs, ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽ, വലിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ ഉണ്ട്. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് വിചാരിച്ചെങ്കിൽ മാത്രമേ ഇവരെ പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. ഓക്കെ, അതിവിടെ നമ്മുടെ വിഷയമല്ല. അപ്പം നമുക്കിനി ഉള്ള കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇന്നലെ നമ്മൾ കണ്ട് ജപ്പാൻ പ്രധാനമന്ത്രി രാജിവെച്ചു. ഒരു ഇമ്പാക്റ്റും ഇല്ല, ഇതിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് യാതൊരു കാര്യമില്ല. ഇത് അവരുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ജപ്പാൻ പ്രധാനമന്ത്രി രാജിവെച്ചുകൊണ്ട് മാർക്കറ്റിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അവരുടെ മാർക്കറ്റിൽ സംഭവിച്ചിട്ടില്ല. അവരുടെ മാർക്കറ്റിൽ നിന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സ്വാഹയാണ്. അതുകൊണ്ട് ആ കാര്യം കൊണ്ട് നിങ്ങളാരും ഇന്ന് ഫോളോ ആകുമെന്ന് വിചാരിക്കേണ്ട. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം,
രണ്ടാമത്തെ കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മൂഡീസ്. നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ട് പലരും. ഈ ഒരു റേറ്റിംഗ് ഏജൻസിയാണ് മൂഡീസ്. ഈ അമേരിക്കയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ റേറ്റിംഗ് ഏജൻസിയാണ് മൂഡീസ്. ഓക്കെ, അതിൻ്റെ ഹെഡ് പറഞ്ഞേക്കുന്നത് അമേരിക്ക, US റിസഷനിലേക്ക് പോകും, സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകും എന്ന ഒരു കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ട്. അത് മാർക്കറ്റിനെ വല്ലാതെ സ്വാധീനിക്കും. പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഇദ്ദേഹം തന്നെയാണ് 2008 ആണെന്ന് തോന്നുന്നു, 2008 സാമ്പത്തിക മാന്ദ്യം വന്നത്. 2008 സാമ്പത്തിക മാന്ദ്യത്തെ പറ്റിയും ഇവർ തന്നെയാണ് ആദ്യം വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ വാക്കിന് വിലയുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഇനി ട്രംപ് എന്തെങ്കിലും ഡയലോഗ് കൊണ്ട് വരും, അത് ഉറപ്പാണ്. അങ്ങനൊന്നും ഇല്ല, വിവരക്കേടാണ്, അങ്ങനെ ഇടയ്ക്ക് വരാന്താണെന്ന് വേണേൽ പറയും. അങ്ങനെയുള്ള ഡയലോഗ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കണം. ഇങ്ങനെ ഈ താരിഫിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത. ഇതൊക്കെ ആത്യന്തികമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് ഇതൊക്കെ അമേരിക്ക വളരെയധികം ദോഷം ചെയ്യും. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല, അറ്റ് പ്രസൻറ്റ് എന്ത് സംഭവിക്കുന്നുള്ള കാര്യം. നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ കൂടെ പോകാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഒന്ന്, മൂഡീസിൻ്റെ ഈ റിസഷൻ വരും എന്നുള്ള ഒരു കമൻറ്റ്. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. പിന്നെ രണ്ടാമത്തേതാണ് നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഓക്കെ, യൂറോപ്യൻ യൂണിയനും US കൂടെ ഒരു ചർച്ച ഇപ്പം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്ന റഷ്യക്കെതിരെ കൂടുതൽ സാങ്ഷൻസ്, കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനും, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നവർക്കെതിരെയും കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനും ഇവരിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇത്രയും നാൾ യൂറോപ്യൻ യൂണിയൻ അങ്ങനെ ആലോചിക്കുന്നില്ലായിരുന്നു. പക്ഷേ യൂറോപ്യൻ യൂണിയനെ US പുഷ് ചെയ്യുവാണ് അവർക്കെതിരെ. പിന്നെ ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി പുഷ് ചെയ്യുകയാണ്. പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ കാര്യം ചിന്തിക്കണം, റഷ്യയിൽ നിന്നാണ് യൂറോപ്പ് ഏറ്റവും കൂടുതൽ ഗ്യാസ് വാങ്ങിക്കുന്നത്, നാച്ചുറൽ ഗ്യാസ് വാങ്ങിക്കുന്നത്. അപ്പം അവർക്ക് അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വന്നിട്ട് ഇന്ത്യയിൽ നിന്നാണ് യൂറോപ്പിലോട്ട് ഡീസൽ എക്സ്പോർട്ട്സൊക്കെ നടക്കുന്നത്. അപ്പം ഇതൊക്കെ വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇവരെ ഈ റഷ്യയിൽ നിന്ന് മാറിയിട്ട്, യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്ന് മാറിയിട്ട് വേറെ എവിടെന്നെങ്കിലും LNG ഗ്യാസ് വാങ്ങിക്കാനുള്ള ഒരു കാര്യത്തെപ്പറ്റി അവർ ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഗ്ലോബലി ഒരു അൺസർട്ടനിറ്റിക്കുള്ള വഴി തുറന്നു വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാർക്കറ്റിൽ ഒരു പക്ഷെങ്കിൽ ഒരു പൊട്ടലിനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും കൺഫേം അല്ല. ഇതൊക്കെ കൺഫേം ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ശരിക്കും ന്യൂസുകൾ പുറത്ത് വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, അകത്തളത്തിൽ നടക്കുന്ന ചർച്ചകളാണ്. ഈ ചർച്ചകൾ മറന്നീക്കി പുറത്ത് വരണം. പുറത്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ അറിയത്തുള്ളൂ. അപ്പം ഒരു പക്ഷെങ്കിൽ ഇന്ന് വന്ന പ്രോഫിറ്റ് ബുക്കിങ്ങും അതിൻ്റെ ഭാഗമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചൈനയ്ക്കെതിരെയും സാങ്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി? കാരണം ചൈനയും ഇന്ത്യയുമാണ് ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത്. അങ്ങനെയാണ് ചൈനയ്ക്കെതിരെ പണി വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെ ആകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും ഒരു കിടമത്സരത്തിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടത് നമ്മളെപ്പോലുള്ള പാവപ്പെട്ട റീറ്റെയിലേഴ്സ് ആയിരിക്കണം. അതുകൊണ്ട് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ, മാർക്കറ്റ് ഏത് വഴിക്ക് പോകുന്നു അതിൻ്റെ കൂടെ കൂടുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മാർക്കറ്റിനെതിരെ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് മാർക്കറ്റ് പോകും എന്ന തലത്തിൽ നിങ്ങൾ പെരുമാറാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അപ്പം ഈ റിസഷൻ ഫിയറും മാത്രമല്ല, ഇങ്ങനെ ഇപ്പം നമുക്കെതിരെ ഇപ്പോൾ 50% താരിഫ് വന്നില്ലേ, ഈ താരിഫ് കൊണ്ട് ഒരു പക്ഷെങ്കിൽ നമ്മുടെ GDP വരുന്ന ക്വാർട്ടറുകളിൽ നമ്മുടെ GDPയുടെ നമ്പേഴ്സ് ഒരു പക്ഷേ കുറയാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മുടെ ചീഫ് എക്കണോമിസ്റ്റ്, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി, അദ്ദേഹം ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വരുന്ന ആളുകളിൽ അടുത്ത വർഷങ്ങളിലോ അടുത്ത ക്വാർട്ടറുകളിലോ ഒക്കെ നമുക്ക് GDPയിൽ കുറവ് വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മളുടെ പിന്നെ GDPയെ ഈ പറയുന്ന ടാക്സിൻ്റെ ഈ പ്രഭാവം ബാധിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു ചെയിൻ പോലെ ഇങ്ങനെ ഓരോ കണ്ണിയായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പിന്നെ ഇന്ത്യക്ക് ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകണം. അതിന് സാധിക്കുമോ, അല്ല ഇതിന് ഇടയിൽ വേറെ പല പ്രശ്നങ്ങളുണ്ടാകുമോ എന്നൊക്കെ ഉള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുക. അത് മാത്രമല്ല, IT സെക്ടറിലെ പ്രശ്നം, അമേരിക്കൻ കമ്പനികളുടെ ഔട്ട്സോഴ്സിങ്, അവർക്കുള്ള സർവീസസിന് ഔട്ട്സോഴ്സിങ് ഇന്ത്യൻ കമ്പനികൾക്ക് കൊടുക്കണ്ട എന്ന് പറയുന്നു. അപ്പം അതും ഒരു പ്രശ്നമാണ്. അത് ട്രംപ് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ ചുറ്റും നിൽക്കുന്ന
പരിവാര വൃന്ദങ്ങൾ ഈ ഓരോ ഡയലോഗുകൾ ഇങ്ങനെ അടിച്ചു വിടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യക്ക് ഔട്ട്സോഴ്സിങ് ഇല്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഇന്ത്യൻ കമ്പനികൾ ധാരാളം ബാധിക്കും. അത് നടക്കാൻ പോകുന്ന കാര്യം അല്ല, അത് വേറൊരു സത്യം. കാരണം ഇന്ത്യൻ കമ്പനികളിൽ ഇപ്പം ഇന്ത്യൻ കമ്പനികളാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അവരെ ഒഴിവാക്കിക്കൊണ്ട് എത്രത്തോളം അമേരിക്ക മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതും ചിന്തനീയമാണ്. പക്ഷേ നമുക്കിപ്പം മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന അൺസർട്ടൺ ഇങ്ങനെയുള്ള ന്യൂസുകൾ മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ന്യൂസുകൾക്ക് പുറകെ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കുക. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആരും വിസ്മരിച്ച് പോകരുത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ന്യൂസുകളും മറ്റ് കാര്യങ്ങളൊക്കെ നിലവിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ പക്ഷെങ്കിൽ 108 പോയിൻറ്റിൻ്റെ ഒരു ക്യാൻഡിൽ വീഴാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ എന്താ ഞാൻ പറയണ്ടേ? നാളെ എന്താ പറയണ്ടേ? നിങ്ങൾ പറയൂ. ഞാൻ എന്താ നാളത്തേക്ക് പറയണ്ടേ? ഒന്നും പറയാനല്ല, ഓൾറെഡി എല്ലാം വരച്ച് ചെയ്യുക അല്ലേ. നമുക്ക് ഉള്ളത് നമ്മുടെ അണ്ണൻ അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്, കണ്ടോ? നമ്മുടെ സാറിവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഡേ ക്യാൻഡിലാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ഡേ ക്യാൻഡിൽ അണ്ണനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഈ ഡേ ക്യാൻഡിൽ നോക്കിക്കേ, ഇപ്പോഴും നമ്മൾ ഔട്ടായിട്ടില്ല ഇല്ലേ. ഡൗൺ ആണെങ്കിലും നമ്മൾ ഔട്ടായിട്ടില്ല. കാര്യം എന്താണ്? ഇന്ന് മെനയാന്നത്തെ വ്യാഴാഴ്ചത്തെ ക്യാൻഡിലാണ് ഈ വലിയ നെടുവരിയും ക്യാൻഡിൽ കാണുന്നത്. ഓക്കെ, അതിൻ്റെ മുകളിൽ തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തേക്കുന്നത്. ഇന്നലെ മീൻസ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തേക്കുന്നത്. വെള്ളിയാഴ്ചയ്ക്ക് മുകളിലാണ് ഇന്നത്തെ ക്ലോസിങ് വന്നേക്കുന്നത്. അപ്പം ഇതിന് മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതായത് ദാറ്റ് മീൻസ് നമുക്കൊരു നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് ഒരു നെഗറ്റീവ് ട്രെൻഡ് എന്ന് പറയാനില്ല. നെഗറ്റീവ് ട്രെൻഡ് എന്ന് ഞാൻ പറയണമെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഉണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ പൊട്ടിച്ച് താഴെ പോകണം. ഒന്നുകിൽ ട്രെൻഡ് ലൈൻ വന്ന് സപ്പോർട്ട് എടുത്ത് വിടുന്ന ഒരു റിവേഴ്സ് ആണുള്ള സാധ്യതയുണ്ട്. ഇല്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏതെങ്കിലും കാരണവശാൽ ഈ ട്രെൻഡ് ലൈനിന് താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പണി പാളും. ഓക്കെ, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഡേ ക്യാൻഡിൽ എടുത്താന്ന് വെച്ചിട്ട് നിങ്ങൾ നോക്കുക, മാർക്കറ്റ് ഡേ വൈസിൽ എവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നിട്ട് ചാർട്ടിൻ്റെ കൂടെ തന്നെ പോവുക, ചാർട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലത്തെ പ്രീവിയസ് ഹിസ്റ്ററിയിൽ നിങ്ങൾ ഇതുപോലത്തെ സിനാരി വന്നിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ തന്നെ സ്വയം പരിശോധിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം എന്താണ്? 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വരാം. 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇല്ലേ. മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് ഈ പോയിന്റിലാണ്. നാളെ ഇതിപ്പോൾ ഇന്ന് കളഞ്ഞേക്കാം, അവിടെ കിടന്നുകൊണ്ട് നാളെ വേണം അങ്ങോട്ട് നീക്കാമല്ലോ. അപ്പം ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ മാർക്കറ്റ് ഏത് പോയിന്റിലാണോ ഓപ്പൺ ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്ന് എങ്ങോട്ട് മാർക്കറ്റ് തിരികെ നോക്കുക. ഇപ്പം നിലവിൽ ഈ ലൈനിൽ നമ്മുടെ 778 773 റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇല്ലേ. നമുക്ക് കൂടുതലൊന്നും വരയ്ക്കാനല്ല, വരകളെല്ലാം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഏത് വഴിക്കാണോ പോകുന്നത് അതിൻ്റെ കൂടെ പോവുക. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴോട്ട് വന്ന് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുന്നു. ഇല്ല, ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ തിരിച്ച് വന്നിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ 778 ടച്ച് ചെയ്ത് നോക്കുക. ഇല്ല, ഇത് അല്ലെങ്കിൽ ഈ 836 ബ്രേക്ക് ചെയ്ത് നോക്കുക. അപ്പം നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ട്രേഡുകൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ എക്സ്പയറി ഡേ ആണ്, ടൈം ഡീക്കേ കാണും. ടൈംലി മാനറിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് റീ എൻട്രിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിലെ ട്രേഡിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്ന് ഞാൻ ഓഫായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ മാർക്കറ്റ് കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയതും അങ്ങനെയുള്ള വോയിസുകൾ മാർക്കറ്റിനെ നോക്കി ചാർട്ട് നോക്കി വോയിസൊക്കെ ഇടാൻ പറ്റി. ഞാനിന്ന് ഓഫായതുകൊണ്ടാണ്. അപ്പോൾ എല്ലായ്പ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം കിട്ടുന്ന അവസരങ്ങളൊക്കെ എനിക്ക് പറ്റാവുന്നിടത്തോളം നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ലൈവിൽ കാണും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാൻ. ഇന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും ഹാപ്പിയാണ്, സന്തോഷമാണ്, നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കിയവരൊക്കെ ധാരാളമുണ്ട്. എല്ലാവരും ഈ കിട്ടിയ സാധനം നിലനിർത്താൻ ശ്രമിക്കുക. കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം. ഓക്കെ, അപ്പം ബാക്കി ബാങ്ക് നിഫ്റ്റി പറഞ്ഞില്ല, നമ്മൾ മറന്നുപോയി. ബാങ്ക് നിഫ്റ്റി എന്താണ്? അവിടെ തന്നെ കിടന്ന് കളിക്കണം. ബാങ്ക് നിഫ്റ്റി ഇന്ന് കുറച്ച് പോസിറ്റീവായിരുന്നു, പക്ഷേ ആ പോസിറ്റീവ് മൊമെൻറ്റം എല്ലാം അവസാന നിമിഷം എന്ത് ചെയ്തു? കളഞ്ഞു കുളിച്ചു. നമ്മൾ എവിടെയാണോ വരച്ച ആ വരയെ തന്നെ ആ റേഞ്ച് തന്നെ കിടന്ന് കളിക്കുകയാണ്. മിഡ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ കറക്റ്റ് നമ്മുടെ ലെവല് സപ്പോർട്ട് എടുത്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നു ആ കൂട്ടത്തിൽ നിങ്ങളും പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ, വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.